SLC ഇംഗ്ലീഷ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡയറി. ഓക്കെ, ഡിസ്കോഴ്സ് തരത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു സാധനമാണ് ഡയറി എന്ന് പറയുന്നത്. അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റ് സിമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡയറി ആയതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഡേറ്റ് വേണം. ഡേറ്റ് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ദിവസം ഏതാണെന്ന് എഴുതാം, തീയതി എഴുതാം, മാസവും, പിന്നെ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എന്നും കൂടെ വെച്ച് കൊടുക്കാം, വർഷവും കൂടി എഴുതാം. ഇതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിയർ ഡയറി എന്ന് എന്ത് ചെയ്യാം, തൊട്ടടുത്ത ലൈനിനകത്ത് നമുക്ക് എഴുതാം, ഡിയർ ഡയറി എന്ന് എന്ത് ചെയ്യാം, എഴുതാം. ഇല്ലെങ്കിൽ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതണം. നമുക്ക് ഡയറി എഴുതുമ്പോഴത്തേക്കും മിക്കവാറും നമ്മുടെ പാഠത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ഒരു കഥാപാത്രം എഴുതുന്ന ഡയറി ആയിട്ടായിരിക്കും ചോദിക്കുക. അപ്പം ആ കഥാപാത്രത്തിന് ആ ഒരു പാഠത്തിൽ എന്ത് അനുഭവമാണ് ഉണ്ടായത്, ആ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നല്ല ദിവസമാണോ മോശപ്പെട്ട ദിവസമാണോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് എഴുതാം. ഇപ്പോൾ ഹോഷിക്കമ്മിൻ്റെ കാര്യമാണ് എഴുതാൻ പറയുന്നതെങ്കിൽ പുള്ളിക്കാരൻ അതൊരു മോശപ്പെട്ട ദിവസമായിരുന്നു, അപ്പോൾ നമുക്ക് എഴുതാം ടുഡേ വാസ് എ ബേർഡ് ഡേ ഫോർ മീ എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, നല്ല ദിവസമാണെന്നുണ്ടെങ്കിൽ ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ ഫോർ മീ എന്ന് എഴുതാം. ഇനി അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത സെൻറ്റൻസ് എഴുതാം, എവറി ഡേ ടീച്ചർ സംതിങ് ന്യൂ ടു യു എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. ഇനി ടുഡേ ഐ ഡാഷ്, ഇത് നമ്മൾ എഴുതി തുടങ്ങുന്നതാണ്. ഇന്ന് എന്തൊക്കെ സംഭവിച്ചു, ആ ദിവസത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം എഴുതാം. അത് ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക, എഴുതുക. ലാസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്ര എഴുതിയാൽ മതി, ഓ ഗോഡ് താങ്ക്സ് ഫോർ കെയറിങ് മീ ടുഡേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഐ ഹോപ്പ് ആൻഡ് പ്രേ ടു ഗോഡ് ദാറ്റ് ടുമോറോ വിൽ ബ്രിങ് മോർ ഹാപ്പിനെസ് ടു മീ. ഓക്കെ, ഇത് രണ്ടും എഴുതില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് എഴുതാം, അവസാനം ബൈ പറഞ്ഞ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡയറി നിർത്താം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയറി എപ്പോഴും എന്തിനകത്ത് എഴുതുക, ബോക്സിനകത്ത് എഴുതുക.